വർക്കല 93ാമത് മഹാതീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. വർക്കല ശിവഗിരി തീർത്ഥാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 10,000-കണക്കിന് തീർത്ഥാടകരാണ് നാരായണ മന്ത്രങ്ങൾ ഉരുവിട്ട് ശിവഗിരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശിവഗിരിയിൽ നിന്നും ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, 93ാമത് മഹാതീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. എന്തൊക്കെ ചടങ്ങുകളാണ് ഇന്നുണ്ടാവുക? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തീർത്ഥാടനത്തിന്റെ കാലം ആരംഭിക്കുകയാണ്. തീർത്ഥാടന ദിവസത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 93ാമത് ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിന് ഇന്ന് ഔദ്യോഗികമായി തിരിതെളിയുകയാണ്, തുടക്കമാവുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് തീർത്ഥാടന മഹോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളടക്കം പൂർത്തീകരിച്ചുകൊണ്ട് 14 സമ്മേളനങ്ങൾ, വിവിധ വിഷയങ്ങളിൽ 14 സമ്മേളനങ്ങളടക്കം ഈ ഒരു തീർത്ഥാടന കാലത്ത് നടക്കുന്നുണ്ട് ശിവഗിരിയിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 10,000-കണക്കിന് തീർത്ഥാടകരാണ് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നുമൊക്കെയായി ശിവഗിരിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ശിവഗിരിയുടെ ഏറ്റവും മുൻപിലായി കാണുന്ന കൊടിമരമാണ്. ആ കൊടിമരത്തിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ധർമ്മ പതാക ഉയർത്തിയിരിക്കുകയാണ്. ഔദ്യോഗികമായി ഈ ഒരു തീർത്ഥാടന കാലത്തിന് അങ്ങനെ തുടക്കമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിക്കുകയും ചെയ്യും. ഈ ഒരു പരിപാടിയിൽ CP രാധാകൃഷ്ണനൊപ്പം സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. സ്വാമി സച്ചിദാനന്ദയാണ് ഈ പരിപാടിയുടെ ഔദ്യോഗിക അധ്യക്ഷൻ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി MB രാജേഷ്, ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ എന്നിവരും ഈ രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഗുരുവിന്റെ അഷ്ടസന്ദേശങ്ങളിൽ അധിഷ്ഠിതമായി 14 സമ്മേളനങ്ങളാണ് ഈ ഒരു കാലയളവിൽ നടക്കുന്നത്, 3 ദിവസമായി നടക്കുന്നത്. ഗുരു ശിഷ്യൻ സ്വാമി ബോധാനന്ദയുടെ അഭിഷേക ശതാബ്ദി, ഗുരു മഹാത്മജി സമാഗമ ശതാബ്ദി സമാപനം അടക്കമുള്ള ചടങ്ങുകളും ഈ ഒരു തീർത്ഥാടന കാലയളവിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. 31-ന്, അതായത് നാളെ രാവിലെ 5:30-ന് തീർത്ഥാടന ഘോഷയാത്ര മഹാസമാധിയിൽ നിന്നും ആരംഭിക്കുകയും ചെയ്യും. തിരിച്ച് മൈതാനം റെയിൽവേ സ്റ്റേഷൻ വഴി മഹാസമാധിയിൽ ഇത് തിരിച്ചെത്തുന്നതോടുകൂടി നാളത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കൂടി തുടക്കമാവുകയാണ്. തീർത്ഥാടന സമ്മേളനം നാളെ നടക്കും. ആ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. ഒപ്പം തന്നെ സ്വാമി സച്ചിദാനന്ദ തന്നെ നാളത്തെ ചടങ്ങിലും അധ്യക്ഷത വഹിക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ളവർ നാളെ നടക്കുന്ന ഉദ്ഘാടന സഭയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. 1-ാം തീയതിയാണ് ഈ ഒരു 93ാമത് തീർത്ഥാടന മഹാമഹം അവസാനിക്കുന്നത്. ജനുവരി 1-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശശി തരൂർ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. മാധ്യമസഭ, വിദ്യാഭ്യാസ സഭ ഉൾപ്പെടെ 14 സമ്മേളനങ്ങളാണ് ഈ 3 ദിവസമായി ശിവഗിരിയിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും വലിയ സുരക്ഷാ വലയത്തിലാണ് ശിവഗിരി ഉള്ളത്. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങ് രാവിലെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിവഗിരിയിലേക്കുള്ള തീർത്ഥാടകരെ അടക്കം പ്രത്യേകമായി പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തുന്നവർക്കൊക്കെ തന്നെ പ്രത്യേകമായിട്ടുള്ള പവലിയൻ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിലെ 9:00-ഓടുകൂടി ഈ ഒരു ഉദ്ഘാടന സഭ ആരംഭിക്കും. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് ഉദ്ഘാടന സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം ശിവഗിരിയിലേക്ക് എത്തും. അവിടെ നിന്നും റോഡ് മാർഗമാണ് ശിവഗിരി മഹാസമാധി മണ്ഡപത്തിലേക്ക് അടക്കം അദ്ദേഹം എത്തുകയും ചെയ്യുന്നത്. ഇവിടെ എത്തി പുഷ്പാർച്ചന അടക്കം നടത്തിയതിനു ശേഷമാണ് ഈ മറ്റ് ചടങ്ങുകളിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും തീർത്ഥാടന കാലത്തിന് ശിവഗിരി ഉണർന്നു കഴിഞ്ഞു. വിവിധ സമ്മേളനങ്ങൾ, വിവിധ പരിപാടികളൊക്കെയായി ആഘോഷമാക്കുകയാണ് ഈ ഒരു കാലയളവ്. തീർത്ഥാടനത്തിന് ഔദ്യോഗികമായി ഉദ്ഘാടനത്തോടുകൂടി 9:30-ക്ക് തുടക്കമാകുമെങ്കിൽ പോലും ധർമ്മ പതാക ഉയർത്തിക്കൊണ്ട് ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി ശിവഗിരിയിൽ തുടക്കമായിരിക്കുകയാണ്. അശ്വതി. ശരി ശാലിനി, ഇതിന്റെ ഭാഗമായിട്ടുള്ള, അതായത് ഈ മഹാതീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആ കൊടിയുയർത്തൽ ചടങ്ങ് എപ്പോഴായിരിക്കും? ശരി, നമ്മളിപ്പോൾ കണ്ടത് ദൃശ്യങ്ങളാണ്. ധർമ്മ പതാക ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഉള്ളത് ഈ ഒരു ധർമ്മ പതാക ഉയർത്തിയതിനു ശേഷമുള്ള മറ്റു ചില ചടങ്ങുകളാണ്. ആ ചടങ്ങുകൾ പ്രധാനപ്പെട്ട വിവിധ ഇടങ്ങളിൽ നടക്കും. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം 9:00-ഓടുകൂടിയാണ് ആരംഭിക്കുന്നത്. 9:30-ക്ക് ഉദ്ഘാടന സഭ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള വേദിയിൽ ആരംഭിക്കും. അവിടെയാണ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 9:30-ഓടുകൂടി
കൂടി അദ്ദേഹം ഇവിടേക്ക് എത്തും. അദ്ദേഹം ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ സന്യാസിവര്യന്മാരുമായിട്ടും സ്വാമിമാരുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം 9:30 കൂടി ഔദ്യോഗികമായ പരിപാടി ഉദ്ഘാടന സഭ ആരംഭിക്കും. ഉപരാഷ്ട്രപതിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും 3 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിന് ഔദ്യോഗികമായി ധർമ്മപതാക ഉയർത്തിയതോടുകൂടി തുടക്കമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉദ്ഘാടന സഭയാണ്. അത് 9:30 കൂടി തുടക്കമാകും. അത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രത്തിന്റെ ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം 2ാം തവണയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഉപരാഷ്ട്രപതി ആയതിനു ശേഷം 2ാം തവണ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ തുടക്കക്കാരനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഉപരാഷ്ട്രപതി തിരുവനന്തപുരത്ത് എത്തിയത്. LMS കോമ്പൗണ്ടിൽ നടന്ന മറ്റൊരു സ്നേഹസംഗമം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ 93ാമത് മഹാതീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ധർമ്മ പതാക ഉയർത്തിക്കഴിഞ്ഞു. ഇനി തീർത്ഥാടന കാലമാണ്.